പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്തൊരു മേഖലയിൽ, അതായത് തബലവാദനത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് സഹയാത്രികയിലെ നമ്മുടെ അതിഥി, രത്നശ്രീ അയ്യർ. നമസ്കാരം. നമസ്കാരം. തബല എന്ന ഈ വാദ്യത്തോട് എങ്ങനെയാണ് ഒരു ഇഷ്ടം വന്നത്? അതേക്കുറിച്ചൊന്ന് പറയൂ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 പേരാണ്. അതിലൊരു ജ്യേഷ്ഠൻ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഡാൻസ് ചെയ്തിരുന്നു. ക്ലാസിക്കൽ ഡാൻസും അതുപോലെ തന്നെ ഫോക്ക് ഡാൻസും പഠിച്ചിരുന്നു. അപ്പം പണ്ട് കാലത്ത് ഈ ഫോക്ക് ഡാൻസിൻ്റെ കൂടെ തബല ഉപയോഗിച്ചിരുന്നു നിരന്തരമായിട്ട്. അപ്പോൾ ചേട്ടൻ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ ധാരാളം പങ്കെടുത്തിരുന്നതാണ്. അപ്പോൾ അന്ന് കാലത്ത് നമ്മൾ എല്ലാം ലൈവ് പ്രാക്ടീസ് വീട്ടിൽ വെച്ച് ഡാൻസിൻ്റെ ഒക്കെ പ്രാക്ടീസ് നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസിലാണ് തബല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് എത്ര വയസ്സിലായിരുന്നു? അത് ഏകദേശം 5 വയസ്സ് മുതൽ കാണുന്നതാണ് തബല എന്ന് പറയുന്ന ഉപകരണം. അപ്പം വീട്ടിൽ എൻ്റെ ആദ്യ ഗുരുനാഥനായ ശ്രീ കാരിക്കോട് ചെല്ലപ്പൻ മാഷ്, അദ്ദേഹമാണ് അന്ന് ഡാൻസിൻ്റെ കൂടെ തബല വായിക്കാനായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വായിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിനോട് പ്രത്യേക താല്പര്യം തോന്നി. പിന്നീട് ഞാൻ തബല, അദ്ദേഹം അവിടെ നിന്ന് മാറുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് തബല വായിക്കുമായിരുന്നു, തന്നെ എടുത്ത് വായിക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ വേറൊരു ജ്യേഷ്ഠന് ഒരു സെറ്റ് തബല വാങ്ങാനായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ഇതുപോലെ പഠിക്കാൻ വേണ്ടി താല്പര്യം തോന്നിയ അങ്ങനെ തബല വാങ്ങി. അപ്പോൾ വീട്ടിൽ തബല വന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെ എടുത്ത് വെച്ച് ഓരോ പാട്ടിങ്ങനെ, അന്ന് കാസറ്റാണല്ലോ, കാസറ്റ് പാട്ടിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ വായിക്കുമ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. താളമൊക്കെ നമുക്ക് താളമൊന്നും പഠിക്കാതെ തന്നെ താളമൊക്കെ നല്ലപോലെ വായിക്കണ എല്ലാം കറക്റ്റാണ്. പക്ഷെ താളം എന്താണെന്ന് പറയാനൊന്നും അറിയില്ല, അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ വായിക്കുന്ന കറക്റ്റായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് നാള് വായിച്ചിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ദൂരദർശനിൽ ഇങ്ങനെ സാക്കിർ ഹുസൈൻ്റെ ഒരു സോളോ കാണാനിടയായി. അപ്പോൾ അത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എന്തൊക്കെയോ ഒക്കെ, അന്ന് എന്താണെന്നൊന്നും അറിയില്ല, അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ മനസ്സിൽ വന്നത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് യൂത്ത് ഫെസ്റ്റിവലിന്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവലിന് ആദ്യം പങ്കെടുക്കുന്നത്. സ്കൂളിലാണ് ആദ്യം വായിക്കുന്നത്. അപ്പൊ അന്ന് പെൺകുട്ടികളാരും തന്നെ ഉണ്ടായിരുന്നില്ല, ആൺകുട്ടികളുണ്ടായിരുന്നൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സ്കൂളിൽ എനിക്ക് പ്രൈസ് കിട്ടി. പ്രൈസ് കിട്ടിയതിന് ശേഷം അച്ഛനാണ് ഈ ആദ്യ ഗുരുനാഥനായിട്ടുള്ള കാരിക്കോട് ചെല്ലപ്പൻ മാഷിൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് ചേർക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും തബലയുടെ ഒരു പഠനം തുടരുന്നത്. ശരിക്കും അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് 13ാമത്തെ വയസ്സിൽ. അതുവരെ ഞാൻ വെറുതെ ഇങ്ങനെ തമാശന് തബല എടുത്തിങ്ങനെ വെറുതെ വായിക്കുന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നു. എന്നാലും അത് എന്തോ ചെറുപ്പം പോലെ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രത്നശ്രീ പറഞ്ഞ പോലെ തബല നമുക്ക് കേൾക്കുമ്പോൾ അല്ലാരഖ, സക്കീർ ഹുസൈനൊക്കെയാണല്ലോ നമുക്ക് ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അത് കണ്ടാണ് വളർന്നത് അല്ലേ? സക്കീർ ഹുസൈൻ്റെ ആദ്യമായിട്ട് കേൾക്കുന്ന സോളോ സക്കീർ ഹുസൈൻ്റെ ആണ്. അതിന് ശേഷം മാത്രമാണ് അല്ലറക്കാനെ കുറിച്ച് അറിയുന്നുള്ളൂ. ശരി. അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അന്ന് താജിന്റെ പരസ്യത്തില് സാക്കിർ ഹുസൈന്റെ എപ്പോഴും കാണിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് തബല ഇങ്ങനെ സോളോ വായിക്കുന്ന ഉപകരണമാണെന്നൊക്കെ കേൾക്കുന്നത്. അത് മാത്രമല്ല, ദൂരദർശന്റെ സമയത്ത് മിക്കവാറും സാക്കിർ ഹുസൈന്റെ പരിപാടികൾ ഉണ്ടാവുമായിരുന്നു അല്ലേ? അതെ. അപ്പം കുടുംബത്തിൽ വേറെ ആർക്കാണ് ഈ സംഗീത ബോധം ഉള്ളത്? സംഗീതം പോകുന്ന വെച്ചാൽ എല്ലാവരും തന്നെ സംഗീതത്തോട് താല്പര്യമുള്ളവരായിരുന്നു. അപ്പൊ അച്ഛന് തകിലിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് പൊതുവെ അച്ഛന് പെർക്കഷനോട് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ അമ്മ കുറച്ച് പാട്ടും വീണയും ഒക്കെ പഠിച്ചിട്ടുള്ള ചെറുപ്പത്തില്. അതുപോലെ എൻ്റെ ചേച്ചി ക്ലാസിക്കൽ സിംഗർ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇടക്കാലത്ത് അതിൽ നിന്ന് മാറിയെങ്കിലും നേരത്തെ സ്കൂൾ കോളേജ് ടൈമിലൊക്കെ ഒത്തിരി അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. കർണാടക സംഗീതം പഠിച്ചിരുന്നു. അതുപോലെ ചേട്ടന് ഒരാള് മൃദംഗം തബല വായിച്ചിരുന്നു. ആരും പക്ഷെ അങ്ങനെ ഒരു പ്രൊഫഷണലിലേക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഫഷണലായിട്ട് ആരും എടുത്തില്ല. അങ്ങനെ ഒരു തീരുമാനം അതെപ്പോഴാണ് വന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പ്രൊഫഷണൽ ഇതെടുക്കണമെന്ന് ഞാനും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേർന്നാന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ടീച്ചറാണെന്നായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ടീച്ചർ ആവണം എന്നുള്ള ഒരു എയിമിലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ MSc കെമിസ്ട്രിയാണ് ചെയ്തത് ആദ്യം. അപ്പോൾ MSc കെമിസ്ട്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു കോളേജിൽ, ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട്, അതാ ഞാൻ പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ചാണ് എൻ്റെ. അപ്പോൾ പ്രീ ഡിഗ്രി അന്ന് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് വൈക്കം കൊതവറ, അങ്ങനെ കോളേജ്, അവിടെ ആയിരുന്നു പ്രീ ഡിഗ്രി ചെയ്തിരുന്നത്. അപ്പോൾ ആ കോളേജിലാണ് എൻ്റെ ഈ MSc കഴിഞ്ഞ ഉടനെ ആ കോളേജിൽ
അങ്ങനെ ഗസ്റ്റ് ലെക്ചറായിട്ട് ഒരു വർഷം വർക്ക് ചെയ്തു. അപ്പം ഞാൻ ആൾറെഡി സാറ്റിസ്ഫൈഡ് ആയി, കാരണം നമ്മുടെ ലക്ഷ്യം ടീച്ചറാണെന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ടീച്ചറായി നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി, അതിനോട് നല്ല താല്പര്യവുമായി. അതിനുശേഷം ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിരുന്നു. അപ്പം തബല എന്ന് പറയുന്ന ഉപകരണം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു ക്ലാസിക്കൽ വഴിയിൽ പഠിക്കാനുള്ള മാർഗങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയാസ് ഇല്ല. നമുക്കിപ്പം ഒരു വീഡിയോസ് കാണാനോ പിന്നെ സോഷ്യൽ മീഡിയ, ഇപ്പം ഒത്തിരി ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയാസിൽ കിട്ടുന്നുണ്ട്. അന്ന് അങ്ങനെയുള്ള യാതൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അന്ന് നമുക്ക് ഉള്ളത് ഈ ലാൻഡ് ഫോൺ മാത്രമാണ്. അത് തന്നെ നമുക്ക് റെയറായിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ടൈമിൽ വന്നത് കൊണ്ട് തന്നെ നമുക്കിത് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു വിശ്വാസമൊന്നുമില്ലായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ ആദ്യ ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, തബല എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഉപകരണമാണ്. അപ്പം ഇത്രയും ടാലൻ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് അത് കൂടുതൽ പഠിക്കാനായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചു. അപ്പോഴും നമുക്ക് ഇതിങ്ങനെ പുറത്ത് എവിടെ പോവും അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ ആ ഇടയ്ക്ക് വെള്ളൂരൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ ഒരു ആന്ധ്രയിലുള്ളൊരു സാറാണത് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസ് എന്നാണ്. അപ്പോൾ അദ്ദേഹം നാട്ടിൽ ആന്ധ്രയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു സുഹൃത്തിനെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തബലയിൽ ഇതൊക്കെ ഡിഗ്രിയൊക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു കോളേജിൽ തബല ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവർ തമ്മിൽ കോണ്ടാക്ട് വന്നിട്ട് അവർ എൻ്റെ ഗുരുനാഥനോട് വന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഹൈദരാബാദിൽ പോയി പഠിക്കാനുള്ള ഒരു സാധ്യം വരുന്നത്. അപ്പോൾ ആ സമയത്താണ് തബലയിൽ സീരിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടായത്. അതുവരെ നമ്മൾ ചിന്തിച്ച ഇതിങ്ങനെ ലൈറ്റ് മ്യൂസിക്കിന്റെ കൂടെയൊക്കെ വായിക്കുന്ന ഒരു ഉപകരണം എന്നുള്ള ആ ഒരു രീതിയിലാണ് കണ്ടിരുന്നത്. കാരണം അന്ന് കാലത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അവിടെ എത്ര നാൾ പഠിച്ചു? ഹൈദരാബാദിൽ ഞാൻ ഏകദേശം ഒരു 3-4 വർഷത്തോളം പഠിച്ചു. കാരണം അദ്ദേഹം എന്നോട് അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ലാസ്റ്റ് മുംബൈയിൽ പഠിക്കുന്നത്. ശരി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഹൈദരാബാദിലെ സാറിൻ്റെ പേര് ജയകാന്ത്, പ്രൊഫസർ ജയകാന്ത്. ശരി. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പണ്ഡിറ്റ് അരവിന്ദ് മുൾഗോൺകർ. അദ്ദേഹം ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഒരു ഗുരുനാഥനാണ്. മുംബൈയിൽ കുറെ കാലം ഉണ്ടായിരുന്നോ? മുംബൈയിൽ ഏകദേശം 2011 മുതൽ 2018 വരെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ. അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ. അപ്പോൾ വീട്ടിൽ താമസിച്ചാണോ പഠിച്ചത്? അല്ല, ഞാൻ അവിടെ ഹോസ്റ്റലിലൊക്കെ ആണ്. കാരണം അവരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയ കാരണം ബോംബെയിലൊക്കെ സ്ഥലം കുറവാണ്. അപ്പോൾ ഫ്ലാറ്റാണ്, ആകെ 2 മുറിയൊക്കെ കാണുള്ളൂ. അപ്പോൾ അല്ലാതെ വേറെ നിൽക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് പിന്നെ കുറേ ഇതിലുള്ള യാത്രകൾ ഉണ്ടായിരുന്നു. കാരണം ഹൈദരാബാദിൽ പോയി ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ മുംബൈയിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അഖിൽ ഭാരതീയ ഗന്ധർവ മണ്ഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ വിശാരദ് കോഴ്സിൻ്റെ ഒരു സെൻറ്റർ ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ പ്രൊഫസർ മനോഹർ കേഷ്കർ എന്ന് പറയുന്ന സാറിൻ്റെ കീഴിൽ അവിടെ പഠനം തുടർന്ന് അത് വിശാരദ് കംപ്ലീറ്റ് ചെയ്തു. അതെല്ലാം ഈ ഒരു കാലയളവിലാണ്. അതായത് ഞാൻ ഈ പഠിപ്പിക്കലും എല്ലാം കൂടി മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എങ്ങനെയും ഇതിൽ MA ചെയ്യണമെന്നായി. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് എങ്ങനെയും MA ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഇന്ന പോലെ കോലാപ്പൂർ ശിവാജി യൂണിവേഴ്സിറ്റി ഉണ്ട്, അപ്പം ഞാനൊരു ലെറ്റർ തരാം, അവിടെ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് തപ്പിപ്പിടിച്ച് അവിടെ പോയി. അതൊക്കെ ഒരു രസകരമായ യാത്രകളാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത യാത്രകളാണല്ല. അതിൽ തന്നെ 2010 ആദ്യം ഞാനൊരു തബല സോളോ ചെയ്യുന്നത്. അപ്പോൾ അത് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് തൃപ്പൂണിത്തുറയിലൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉസ്താദ് ഫയാസ് ഖാൻ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നിങ്ങനെ അറിഞ്ഞു. അപ്പോൾ അതൊരു സിത്താർ വാദകനായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ സാറാണ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലയളവിൽ ഞാൻ അവിടെ പോയി. അപ്പോൾ ഫയാസ് ഖാൻ സാറും കുറേ അധികം ലെസൺസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സാറ് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ആ ഒരു സോളോയ്ക്ക് ശരിക്കും കൃഷ്ണകുമാർ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഫയാസ് ഖാൻ സാറ് നോർത്ത് ഇന്ത്യയിലെ മീരജ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പേരിങ്ങനെ റെക്കമെൻഡ് ചെയ്യുകയും അവിടെ ഒരു 15 മിനിറ്റ് തബല സോളോ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് നോർത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു തബല സോളോ
ചെയ്യുന്നത്. അപ്പൊ മീരജിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് മീരജിനടുത്താണ് ഈ കോലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. ശരി. അപ്പൊ അവിടെ ചെന്ന് ഇതിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ പോയി നോക്കാം. അന്നപ്പോ എന്റെ കൂടെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ചേട്ടനും കൂടി വെറുതെ അടുത്ത ദിവസം രാവിലെ യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചു. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞുകൂടെ MA ചെയ്യാന്നുള്ള രീതിയിലായി. അങ്ങനെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അവിടെ MA 3 വർഷം ചെയ്യേണ്ടി വന്നു. പക്ഷെ എനിക്ക് കാരണം അവരുടെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഡിഗ്രി തബലയിൽ തന്നെ ഡിഗ്രി ചെയ്തവർക്കേ MA-ലേക്ക് ഡയറക്റ്റ് ചേരാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് 1 വർഷത്തെ ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് അവർ തരും, ഡിഗ്രി ഡയറക്റ്റ് എടുത്തിട്ടില്ലാത്തവർക്ക്. അപ്പോൾ അങ്ങനെ ആ കോഴ്സും 1 വർഷം കഴിഞ്ഞിട്ടാണ് MA 2 വർഷം ചെയ്തത്. ശരി. 2014 ശരിക്കും തബലയിലുള്ള MA നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. റാങ്കോട് കൂടി തന്നെ പാസ്സായിരുന്നു. ആണല്ലേ? അതെ അതെ. അപ്പൊ അവിടെ പഠിക്കുമ്പോ തന്നെ വേറെ സോളോക്കൊക്കെ അല്ലെങ്കിൽ കച്ചേരികൾക്കൊക്കെ പോയിരുന്നോ? അതോ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ വന്നെന്ന് വെച്ചാൽ ഒത്തിരി വ്യത്യസ്തതയായിരുന്നു. ആദ്യകാലത്ത് വായിച്ചിരുന്നത് ഈ എല്ലാം ഭക്തി ഗാനമേള അങ്ങനത്തെ പ്രോഗ്രാംസ് ആയിരുന്നു തബലയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നത്, നമുക്ക് നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലാണ് ആദ്യകാലത്ത് വായിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ ഹിന്ദുസ്ഥാനി റൂട്ടിൽ പഠിക്കാമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ പല പല മ്യൂസീഷ്യൻസിന്റെ അടുത്ത് പോയി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെയാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ കൂടെ എങ്ങനെ അക്കമ്പനി ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് റിസ്ക് എടുക്കേണ്ടി വന്നു. അതായത് നോർത്ത് ഇന്ത്യൻസിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അപേക്ഷിച്ച് കൂടുതൽ റിസ്ക്കും കൂടുതൽ ഹാർഡ് വർക്കും ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു നമുക്ക് കുറച്ചുകൂടി സ്ട്രഗ്ലിംഗ് ആണ്. കാരണം ഇവിടെ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസ് കുറവായതുകൊണ്ട് നമ്മുടെ നാട്ടില്. അതെ. അപ്പോൾ അവിടെ ഈ അക്കമ്പനി ചെയ്യാണോ ചെയ്തത്? സോളോസ് ചെയ്തിരുന്നോ? സോളോസും ചെയ്തിട്ടുണ്ടായിരുന്നു. മീരജില് 15 മിനിറ്റ് സോളോ ചെയ്തതിനു ശേഷം അതിന്റെ അടുത്ത വർഷം അവർ 1 മണിക്കൂർ സോളോ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. ശരി. അങ്ങനെ എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു അവാർഡ് കിട്ടുന്നത് അബാൻ മിശ്രി എന്നുള്ള പേരിലൊരു അവാർഡ്. അതായത് അബാൻ മിശ്രി എന്ന് പറയുന്നത് ഭാരതത്തിൽ ആദ്യമായിട്ട് തബല വായിച്ചിട്ടുള്ള വനിതയാണ് അബാൻ മിശ്രി. അപ്പൊ അവരുടെ പേരിലുള്ള ആദ്യത്തെ അവാർഡ് എനിക്ക് അതെ 2014 അവരങ്ങനെ ഡിക്ലെയർ ചെയ്തു. അത് മഹാരാഷ്ട്രയിൽ നിന്ന്. അതവിടെ 1 മണിക്കൂർ സോളോ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് അതിന് നമുക്കൊരു സെലക്ഷൻ കിട്ടിയത്. അതെന്റെ ജീവിതത്തിലെ ഫസ്റ്റ് അവാർഡാണ് അബാൻ മിശ്രി അവാർഡ് കിട്ടുന്നത്. പക്ഷെ അത് നമുക്ക് പ്രഷ്യസ് ആണ്. കാരണം എന്താ വെച്ചാല് തബലയുടെ നാട്ടിൽ നിന്നാണല്ലോ കിട്ടുന്നത്. തബലയെ കുറിച്ച് അറിവുള്ളവരുടെ അവിടെ നിന്നാണല്ലോ നമുക്ക്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു അവാർഡാണ്. അത് മാത്രമല്ല തബല വായിക്കുന്ന ഒരു വനിതയുടെ പേരിലുള്ള ഒരു അവാർഡും കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അതിനൊത്തിരിയധികം പ്രത്യേകത. അത് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷമാണ് നാട്ടിൽ തന്നെ കൂടുതൽ അറിയുന്നെന്നുള്ളതാണ് എൻ്റെ ഒരു. അതെ, അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പോലെ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് ഒരു അവസരം ഇല്ലല്ലോ. അതെ അതെ. അപ്പൊ മാത്രമല്ല ആദ്യകാലങ്ങളൊക്കെ ഒത്തിരി പേര് നമ്മൾ സ്ത്രീകൾ തബല പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോഴാണ് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇതിങ്ങനെ പഠിക്കാൻ വിടാനും? വീട്ടില് തബലയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും അതായത് ഇതിന്റെ ക്ലാസിക്കൽ വശങ്ങളെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അപ്പം എങ്കിലും എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പോകുന്നതിന് അങ്ങനെ എതിർപ്പോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വീട്ടിൽ നിന്നുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ സ്ത്രീകൾ പുറത്തു പോയി താമസിച്ച് പഠിക്കുന്നതിന് പണ്ടത്തെ കാലത്ത്, ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ആർക്കും ഇല്ല. പക്ഷെ അന്നൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് ദൂരെ പോകുന്നതിന് എപ്പോഴും ഒരു ബന്ധുക്കളാണെങ്കിലും ഒരു എതിർപ്പ് പറയുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതിന് ഈ 2014 ശേഷമാണ് കുറേയധികം നമുക്ക് നല്ല പ്രോഗ്രാംസ് ഒക്കെ പിന്നീട് കൂടുതൽ വായിക്കാനും, അതുപോലെ നോർത്തിൽ നിന്ന് വരുന്ന മ്യൂസീഷ്യൻസിന്റെ കൂടെയൊക്കെ എല്ലാവരും എൻ്റെ പേര് നിർദ്ദേശിക്കാൻ തുടങ്ങി, ഇന്ന ആളുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ അവർ കഴിയണത് ഇവിടെ നിന്ന് വിളിക്കാനായിട്ട് നോക്കുമല്ലോ. അപ്പം അവർക്ക് എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഇവിടെ നിന്ന് തന്നെ നോക്കും. അപ്പം അങ്ങനെ പറയുമ്പോൾ പലരും എൻ്റെ പേര് പറയാൻ തുടങ്ങി. അങ്ങനെ കുറേ നല്ല അവസരങ്ങൾ അങ്ങനെ കിട്ടി. അങ്ങനെ കുറേ കൂടി എക്സ്പീരിയൻസ് ആയി. അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ കൂടെ കുറേ അധികം എക്സ്പീരിയൻസ് കൂടി വന്നു. പിന്നെ അതിനിടയ്ക്ക് മുംബൈയിലെ ഗുരുനാഥൻ്റെ അടുത്ത് ആയതുകൊണ്ട് അവിടെയും കുറേ അധികം മ്യൂസീഷ്യൻസിനെ പരിചയപ്പെടാനും അവരുടെ ഒപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഉള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ തബല വായിക്കാനായിട്ട് ഇപ്പം നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം കൂടി പഠിക്കണ്ടേ? ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് വെച്ചാൽ നമ്മൾ പാടാനായിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ആ കോമ്പോസിഷനുകളെ കുറിച്ചും അതിൻ്റെ ഒരു താള പദ്ധതികളെ കുറിച്ചും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അക്കമ്പനി ചെയ്യാൻ പറ്റുള്ളൂ.
അക്കമ്പനി മാത്രല്ല ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ വേറൊരു പ്രത്യേകത, ഇപ്പൊ വോക്കലിന്റെ കൂടെ വായിക്കുന്ന പോലെ അല്ല ഒരു ഇൻസ്ട്രുമെന്റിന്റെ കൂടെ വായിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് അതേപോലെ അല്ല സോളോ എന്ന് പറയുന്നത്. അവ കഥക്കിന്റെ കൂടെ ആണെങ്കിൽ അതിന് വേറെ സ്റ്റൈലാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആ പർട്ടിക്കുലർ മ്യൂസീഷ്യൻസിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് ആർജിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് കഥക്ക് പോലെയുള്ള അങ്ങനെ ഓരോ മ്യൂസീഷ്യന്റെ അടുത്തും പോയി പ്രാക്ടീസ്. ഇപ്പൊ സിത്താറാണെങ്കിൽ സിത്താർ വായിക്കുന്നവരോട് തന്നെ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതുപോലെ വോക്കലാകുമ്പോൾ വോക്കലിന്റെ ശൈലിയെ വ്യത്യാസമാണ് ഹിന്ദുസ്ഥാനിയുടെ. വായിക്കുന്ന താളങ്ങളെല്ലാം വ്യത്യസ്തമാണ് ഇൻസ്ട്രുമെന്റലിൽ നിന്ന്. വോക്കൽ കുറച്ചുകൂടി ടഫാണ്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ തന്നെ പോയിരുന്നിട്ട് അതിൽ തന്നെ വോക്കലിൽ തന്നെ പല ഘരാന സമ്പ്രദായങ്ങളുണ്ട്. ആ ഘരാന സമ്പ്രദായം മാറുമ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന മെയിനായിട്ടുള്ള താളവും മാറും. അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ഒരു കോളേജിൽ പോയി ആ വിദ്യാഭ്യാസം അല്ലേ, അത് ഒത്തിരി ഉപകരിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ അതെ അതെ. സത്യത്തിൽ ഈ ഇപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ കാര്യമില്ല ഈ കല എന്ന് പറയുന്നത് ഇതിനകത്ത്. പക്ഷേ അതിൽ നമ്മൾ അങ്ങനെ പോകാനുള്ളൊരു കാരണം വെച്ചാൽ ഇവിടെ ഇതില്ലാത്തതുകൊണ്ടാണ് പോയത്. കാരണം ഇപ്പം നമ്മൾ കൊല്ലാപ്പൂർ ശിവാജി യൂണിവേഴ്സിറ്റി പോയി ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കുറേയധികം മ്യൂസീഷ്യൻസിനെ പരിചയപ്പെടുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ജോയിൻ ചെയ്തത്. അല്ല നമ്മളൊരു സർട്ടിഫിക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് അല്ല പോയത്. ശരിക്കും നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് എവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അത് പ്രാക്ടീസ് ചെയ്യാൻ എവിടെ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നത് കൊണ്ടാണ് ഈ കോഴ്സിലേക്ക് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഗുരുകുല സമ്പ്രദായം മാത്രം ഫോളോ ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരു പെർഫോമൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ മാത്രം നിന്ന് പോകേണ്ട ആവശ്യമുള്ളൂ. നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് വേണം നിർബന്ധമില്ല. അങ്ങനെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് ശരിക്കും നോർത്തിലേക്ക് പോകാനുള്ളൊരു വഴി എന്നുള്ള രീതിയിലാണ് നമ്മളത് പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കച്ചേരിക്ക് മുമ്പ് ഒത്തിരി തയ്യാറെടുപ്പുകൾ വേണ്ടേ? ഒരുപാട് നേരം സാധകം ചെയ്യുമോ? എങ്ങനെയാണ് സാധകം? നമ്മളുടെ ഒരു താല്പര്യം പോലെയാണ്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ചിലർ പക്ഷെ നിർബന്ധമായിട്ട് ഇത്ര മണിക്കൂർ വായിക്കണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളുടെ ഒരു മൈൻഡ് സെറ്റും കൂടി അതിൽ എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ കൂടുതൽ നേരം ഇരിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റാതെ വരും. എന്നാൽ ചില ദിവസം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ ഡിപ്പെൻസ് ആണ് ശരിക്കും. അപ്പം ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു തബല വിദ്വാൻ ആരാണ്? ആകർഷിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ആദ്യം സാക്കിർ ഹുസൈൻ്റെ ആണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലായതുകൊണ്ട് സാക്കിർ ഹുസൈൻ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ മൃദംഗത്തിൻ്റെ കൂടെ ആണെങ്കിലും പല ഇൻസ്ട്രുമെൻറ്റുകളുടെ കൂടെ ആണെങ്കിലും സാക്കിർ ഹുസൈനാണ് ഏറ്റവും കൂടുതൽ അക്കമ്പനി ചെയ്ത് കാണുന്നത്. മറ്റ് തബല വിദ്വാൻമാർ അത്രയും അങ്ങോട്ട് കർണാടക സംഗീതത്തിൻ്റെ കൂടെയൊന്നും വായിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ സാക്കിർ ഹുസൈൻ വെച്ചാൽ കുന്നക്കുടിയും സാക്കിർ ഹുസൈനും തമ്മിലുള്ള ഒരു ജോഡി അങ്ങനെ ഒത്തിരി നമ്മൾ പണ്ട് മുതലേ കാസറ്റുകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആദ്യം കേൾക്കുന്ന തബല എന്ന് പറയുന്നതും സാക്കിർ ഹുസൈൻ്റെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ആദ്യത്തെ ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ചാൽ സാക്കിർ ഹുസൈൻ തന്നെയാണ്. കാരണം വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർ അത്രയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ഈ തബലയെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയത് സാക്കിർ ഹുസൈനാണ്. തീർച്ചയായിട്ടും. അപ്പം സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും സാക്കിർ ഹുസൈൻ എന്ന് പറഞ്ഞാൽ അറിയും. പക്ഷെ മറ്റുള്ളവർ മറ്റുള്ള തബല വിദ്വാൻമാർ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും അവരത്രയും അറിയപ്പെട്ടില്ല. കാരണം അവർ ആ ഒരു പർട്ടിക്കുലർ സ്ട്രീമിന്റെ കൂടെ മാത്രം സ്റ്റിക്ക് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ അതിനുശേഷം ഇപ്പൊ എൻ്റെ ഗുരുജി ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗുരുജിയുടെ ഗുരുനാഥൻ അതിലേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അമീർ ഹുസൈൻ ഖാൻ സാബ് എന്ന് പറയും. അദ്ദേഹം ഒരു തബല വേൾഡിന് തന്നെ ഒത്തിരി ഇവർ രണ്ടുപേരും, അതായത് ഗുരുജി ആണെങ്കിലും ഗുരുജിയുടെ ഗുരുജി ആണെങ്കിലും ഈ തബല വേൾഡിൽ ഒത്തിരി അധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒത്തിരി കോമ്പോസിഷൻസ് അത് ഇപ്പൊ ആൾ വേൾഡ് ഒത്തിരി ആർട്ടിസ്റ്റുകൾ അതിനെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണല്ലോ. അതുമാത്രമല്ല അതിൽ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കോമ്പോസിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ പല്ലരക്ക ഖാൻ സാബാണെങ്കിലും സാക്കിർ ഹുസൈൻ ആണെങ്കിലും കർണാടക സംഗീതത്തിൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എപ്പോഴും എന്നോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ സംഗീതവും ഒന്നാണ്. എല്ലാത്തിലും 12 സ്വരങ്ങൾ, 22 ശ്രുതി, പദ്ധതിയിലുള്ള സ്റ്റൈലിലുള്ള വ്യത്യാസം അല്ലാതെ മാത്രകൾ ഒന്നാണ്. മാത്ര ഇപ്പൊ എല്ലാത്തിലും ഉണ്ട് 16, 8 ഈ കണക്കുകളെല്ലാം എല്ലാ താളപദ്ധതികളിലും ഉള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒന്നല്ലേ, സ്റ്റൈലിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ കൊച്ചിലെ മുതൽ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ അക്കമ്പനി ചെയ്യാനായിട്ട്
റെഡി ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാം. അപ്പോൾ പക്ഷെ അതിനൊത്തിരി നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ ചിന്ത എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അതായത് എല്ലാ ദൈവങ്ങളും ഒന്നെന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളെ. അതായത് മാഷിൻ്റെ ഒരു കടയുണ്ടായിരുന്നു, ഈ തബല റിപ്പയറിങ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ ഭിത്തിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ശിവന്റെ ഒരു പടം, അതുപോലെ യേശുക്രിസ്തുവിന്റെ പടം, പിന്നെ ഖുറാന്റെ പടം, ഇത് മൂന്നും ഒരേ നിരയിൽ വെച്ചിട്ട് നമുക്കത് പറഞ്ഞു തരുമായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ അപ്പം ഇതുപോലെ തന്നെയാണ് സംഗീതം എന്നാണ് പറയുന്നത്, മാഷ് നമ്മളോട് പറയുന്നത് ആ സമയത്ത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും കർണാടക സംഗീതം ഇവിടെ കൂടുതലുള്ളതല്ലേ, അപ്പം അതിൻ്റെ കൂടെ വായിക്കാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി ശ്രമങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്തിനാണ് കർണാടക സംഗീതത്തിൻ്റെ കൂടെ തബല, അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ പണ്ട് കാലത്തും ഇത് ചെയ്തിരുന്നു, പക്ഷെ അന്ന് അവർ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കാം. അപ്പം ഇന്നിപ്പം ഇവിടെ വന്നിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് കർണാടക സംഗീതത്തിൻ്റെ കൂടെ തബല വായിക്കാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ മറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ ഒരു ഫ്യൂഷൻ അങ്ങനെ കച്ചേരികൾ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്, പല ഇൻസ്ട്രുമെന്റുകളുടെ കൂടെ, ചെണ്ടയുടെ കൂടെ, ചെണ്ട, ഇടയ്ക്ക, അതുപോലെ തകില്, എല്ലാത്തിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. ഈ സോളോ ചെയ്യുന്നതാണോ ഒരു കച്ചേരിക്ക് വായിക്കുന്നതാണോ ഇഷ്ടം? നമുക്കൊരു തൃപ്തി തോന്നുന്നത് ഏതാണ്? അതിന് രണ്ടിനും രണ്ട് ഫീലിംഗാണ് വരുന്നത്. സോളോ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതും നമുക്ക് വായിക്കാം, പക്ഷെ അക്കമ്പനിമെന്റിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മെയിൻ മ്യൂസീഷ്യന്റെ ഒരു താല്പര്യപ്രകാരം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവർ തരുന്ന സ്ലോട്ടിലേ നമുക്ക് കൂടുതലായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണെങ്കിൽ അതിൽ കയ്യിൽ താളം ഇടുന്ന ഒരു പദ്ധതി ഇല്ല. അപ്പം നമ്മൾ നമ്മളുടെ ഇൻസ്ട്രുമെന്റിലൂടെയാണ് താളം കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ മെയിൻ പാടുന്ന ആള് തന്നെ തബലയുടെ ബേസിക് ഒരു താള പാറ്റേൺ അവർ പഠിച്ചു വെച്ചിരിക്കും. അപ്പം നമ്മൾ അതേ പാറ്റേൺ അവർക്ക് വായിച്ചു കൊടുത്താലേ അവർക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് നമുക്ക് അക്കമ്പനിമെന്റിൽ വരുന്നുണ്ട്. പക്ഷെ അക്കമ്പനിമെന്റിൽ കിട്ടുന്ന അത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലാണ്, സോളോയിൽ കിട്ടുന്ന വേറൊരു ലെവലാണ്. സോളോയിലാകുമ്പോൾ നമുക്ക് ഫുൾ വാദന സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് കോമ്പോസിഷൻ നമുക്ക് അതിൽ പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഈ കച്ചേരികളൊക്കെ നടത്തിയിട്ടില്ല, ഇപ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അനുഭവം പറയാമോ? എൻ്റെ ആദ്യത്തെ സോളോ നല്ലൊരു അനുഭവമായിരുന്നു, കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അത് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിലായിരുന്നു. ആദ്യത്തെ സോളോ എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് വരെ 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുൾ സ്ട്രീം 1 hour സോളോ ചെയ്യുന്നത് അവിടെയാണ്. അത് ഫസ്റ്റ് ഒരു നല്ല മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതും അന്ന് തൃശ്ശൂരുള്ള ഒരു ഫിലിപ്പ് മാഷ് എന്ന് പറഞ്ഞിട്ടൊരു തബല ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആദ്യം ചെയ്ത പ്രോഗ്രാമായിരുന്നു അത്. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചായിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിക്കായിരുന്നു അത് ആ പ്രോഗ്രാം ചെയ്തത്. അതുപോലെ സെക്കൻഡ് നമുക്ക് അതുപോലെ അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ മീരജിലുള്ള സോളോയുടെ വേദി. അതെന്താ വെച്ചാൽ മുഴുവൻ മ്യൂസീഷ്യൻസ് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, മുഴുവൻ നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ആണ്. അപ്പൊ അവരുടെ മുമ്പിലിരുന്ന് വായിക്കാൻ പറ്റുന്ന ആദ്യത്തെ വേദിയാണല്ലോ. അന്ന് ഏകദേശം 25-26 ആ ഒരു ഏജില്. അപ്പോൾ എല്ലാ മ്യൂസീഷ്യൻസിന്റെ അത് നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസിന് മുമ്പിൽ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു, എന്നിട്ട് അവർ നല്ലത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ള ഒരു എനർജി കൂടുമല്ലോ. അപ്പൊ അങ്ങനെ അതൊരു നല്ല അനുഭവങ്ങളായിരുന്നു അവിടെ എല്ലാം നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ നോർത്തില് വായിച്ചിരുന്ന എല്ലാ വേദികളും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ. അതായത് കൂടുതൽ പേരും ഇത് അറിയുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് കറക്റ്റായിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ അറിയാം. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അഭിപ്രായം കൃത്യമായിട്ട് നമ്മളോട് പറയും. അപ്പൊ അങ്ങനെയുള്ള നല്ല പോസിറ്റീവ് എനർജിയാണ്, ഭയങ്കരമായിട്ട് അവർ നമ്മളെ എനർജൈസ് ചെയ്യും. ഇപ്പൊ നമ്മള് സോളോ, കാരണം തബല സോളോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ തബലയുടെ കോമ്പോസിഷൻസ് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവിടെ കേൾക്കാൻ വന്നിരിക്കുന്നവർ ഇത് നിരന്തരം കേട്ട എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം നമ്മൾ വായിക്കുന്ന കേൾക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുകയും ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര എനർജിയാണ്. അതുപോലെ ഗുരുജിയുടെ ഗുരുപൂജ എന്ന് വന്നിട്ട് നടത്താറുണ്ടായിരുന്നു ബോംബെയിൽ. അപ്പോൾ അതിൽ പല പ്രാവശ്യം പങ്കെടുത്തു. ആ വേദികളെല്ലാം നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അത്രയും അധികം നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്ന വേദികളാണ് അതെല്ലാം. ഇനി രത്നശ്രീ തബല വായിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കേൾക്കണം എന്നുണ്ട്, ഒരു ബിറ്റ് വായിച്ചു തരുമോ? ശരി.
പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രികയിൽ നമ്മോട് സംസാരിച്ചത് തബല വാദനത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രത്നശ്രീ അയ്യരാണ്. താങ്ക് യു മാം. താങ്ക് യു. ഇതിൻ്റെ തുടർഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. സഹ